ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ തൊട്ട് നിങ്ങൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ QR കോഡ് ചെയ്യാറില്ലേ? ആ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കില്ലേ ഇത്ര രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത്? എത്ര തിരക്കുണ്ടെങ്കിലും അവർക്ക് ഓരോരുത്തരുടെ പേയ്മെന്റ് ആയിട്ട് ആ മെസ്സേജ് വന്നോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നോ എന്ന് അറിയാൻ പറ്റും. വെറും 200 രൂപ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ഇതേ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ഇതേപോലെ നമുക്ക് വിളിച്ചു പറയുന്ന ടെക്നിക് ആയിരിക്കും. അതാണ് IPPB, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ IPPB അക്കൗണ്ട് വെറും 200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ATM കാർഡ് പോലൊരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് വീടുകൾ തോറും ഇങ്ങനെ പ്രോഡക്ട്സ് വിൽക്കാൻ വരുന്നവരുടെ കയ്യിൽ വരെ ഇങ്ങനെയുള്ള QR കോഡാണ്. അപ്പൊ നിങ്ങൾക്ക് ആ QR കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 200 രൂപയുടെ ചെലവേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ആധാറും ഫോൺ നമ്പറും മാത്രമേ ആവശ്യമുള്ളൂ. അതേപോലെ ഫിംഗർ പ്രിന്റ് അവിടെ കൊടുക്കണം. 5 മിനിറ്റ് കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സർവീസ് ചാർജ് ഒട്ടുമില്ല. പിന്നെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ലിമിറ്റ് 2 ലക്ഷം രൂപയാണ്. ചെറുകിട കച്ചവടക്കാർക്കായിരിക്കും ഇത് ഏറ്റവും ഉപകാരമായിട്ട് വരാൻ പോകുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കണ്ടില്ലേ, ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ബാക്കി ട്രാൻസാക്ഷൻസ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറും 200 രൂപ മാത്രമാണ് ചിലവ്. ബാക്കി മെസ്സേജസിന്റെ ചാർജ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യൂട്ടോ. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സർവീസ് ചാർജ് ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കണം. അല്ലെങ്കിൽ നാളെ എന്റെ വീഡിയോയുടെ താഴെയായിരിക്കും വന്നിട്ട് നിങ്ങൾ തെറി പറയാൻ പോകുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.